ചായ. നിങ്ങൾ എവിടേക്കെങ്കിലും ഇറങ്ങണുണ്ടോ? എന്തേലും പരിപാടി ഉണ്ടോ നിങ്ങൾക്ക്? നമ്മളെ അബ്ബാസേ ആ അക്കരമേ കുറച്ച് സ്ഥലം കണ്ടുക്കണു. ഓൻ അത് ഇഷ്ടപ്പെട്ടും ചെയ്തുക്കണു. അതെ, നിങ്ങളൊന്ന് പോയി വെക്കോണ്ടി. നിങ്ങൾക്കും പറ്റുകയാണെങ്കിലേ നമുക്ക് ആ അഡ്വാൻസ് കൊടുക്കായിനു. എൻ്റെ കുട്ടി കുറേ കാലമായി ഒരു ഇരിക്കൂരക്ക് സ്ഥലം നോക്കി നടക്കണു. എന്തേലും ഒന്ന് പറ്റിയാൽ മതിയേനു. ആ സ്ഥലത്തിന്റെ കാര്യേ ഓനെ കൊണ്ടുപോയ ബ്രോക്കർ എന്നോട് പറഞ്ഞിരുന്നു. അത് നബീസോ പാടല്ലേ, അവിടെ ഒരു ഇരിക്കൂര കയറ്റാൻ പറ്റുമോ? വേറെ ഏതെങ്കിലും നോക്കണം. ഓൻ്റെ അടുത്താണ് ഈ കുറഞ്ഞ പൈസ അല്ലേ ഉള്ളൂ. അതേറ്റൊന്നേ നമ്മളെ ഈ ചുറ്റുവട്ടത്ത് നല്ല സ്ഥലം കിട്ടും തോന്നുന്നില്ല. എന്നാലും പറ്റണ സ്ഥലങ്ങൾ ഓന് പറഞ്ഞു കൊടുക്കി, എന്നാ അത് നോക്കാലോ നമ്മക്ക്. നമ്മളെ ഈ ചുറ്റുവട്ടത്തൊന്നേ അങ്ങനത്തെ സ്ഥലം കിട്ടൂല, വില കുറഞ്ഞിക്കാണ്ട്. ഇവിടൊക്കെ ഓരോ സെന്റിന് 3-4 ലക്ഷം ഉറുപ്പ്യ കൊടുക്കണം. വേറെ എവിടേക്കെങ്കിലും ദൂരത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ ഓനൊരു ഇരിക്കൂരക്ക് സ്ഥലമൊക്കെ കിട്ടും ആ കായ്ക്ക്. അങ്ങനെ വിട്ടിക്കൊന്നും ഓനെ പറഞ്ഞേക്കാൻ പറ്റൂല. അമ്മക്കൊന്ന് വെജാതായാലേ മണ്ടി വരാനുള്ള ഓനാണ്. നിങ്ങൾക്ക് എത്ര സ്ഥലം ഉണ്ട് മനസ്സാ? അതൊന്ന് ഓരി വെച്ചിക്കാണ്ട് റെഡിയാക്കി കിട്ടിയാൽ എൻ്റെ കുട്ടിക്ക് അവർ പെരായിട്ട് കഴിഞ്ഞാൽ അതില് ഉമ്മയും മാപ്പി മരിച്ചിട്ട് എത്ര കാലായി. നിങ്ങൾക്ക് അതൊന്ന് ഓരി വെക്കേണ്ട ഒരു കൂട്ടൂലല്ലോ. അതിന് നബീസോ നമ്മളെ മെയ്തീനും ബക്കറും ഒന്നും സമ്മതിച്ചാലല്ലേ ഇപ്പോൾ നടക്കുള്ളൂ. ഓൾക്ക് സ്ഥലത്തിൻ്റെ മുൻഭാഗം വേണം, ഇച്ചു ആഴ്ചമൂന്നും പിന്നിൽ. അങ്ങനെ എങ്ങനെ നടക്കുമോ? എവിടെയെങ്കിലും അങ്ങനെ ഓരിയക്കലുണ്ടോ? ഒരുപോലെ ഓരിയച്ചിക്കാണ്ട് അയക്ക് വജ്ജിടലല്ലേ. ഓൽക്ക് വാപ്പാനെ മുതൽ കിട്ടിയിട്ടൊന്നും വേണ്ട. അതാണ് ഓൽക്ക് ഇത് ഓരിയൊക്കെ ഒരു ചൂടും ചുക്കാന്തി ഒന്നും ഇല്ലാത്ത. ഓലിപ്പോ ഇങ്ങനെ ബാസി പിടിച്ചപ്പോ എത്താ കാട്ടണു? ഈ ഒരു കാര്യത്തിന് എത്ര മധ്യസ്ഥന്മാരെടുത്ത് പോയതാണ്, എന്നിട്ടും അതൊന്നും ശരിയായില്ല. പണ്ട് നിങ്ങൾ ഈ കാര്യത്തിന് പാണക്കാട് വലിയ തങ്ങളെടുത്ത് പോയിരുന്നു, അന്ന് റെഡി ആയിട്ടില്ല. എന്നിട്ടല്ല ഇപ്പോലെ. ഏതായാലും നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തെ നിങ്ങളെ വാപ്പാനെ മുതല് നിങ്ങൾക്ക് ഉപകരിച്ചെന്ന് വെച്ച് തോന്നില്ല. എത്താ നബീസോ ഞാൻ കാട്ടണു? ഇച്ചു ഇതിന് പൂതില്ലായിട്ടൊന്നും അല്ല. ഈ പറഞ്ഞ മാതിരി ഓരെല്ലാരും കൂടി ഇതിക്കൊണ്ട് ഇറങ്ങുമ്പോഴല്ലേ അത് നടക്കുള്ളൂ. നിങ്ങൾക്ക് വെക്കണ കാലത്തെ നിങ്ങൾ അഞ്ചന്മാരൊക്കെ ഖത്തർക്ക് കൊണ്ടുപോയി. നിങ്ങൾക്ക് അന്നും ഇല്ല ഇന്നും ഇല്ല. അന്ന് നിങ്ങൾ ഇങ്ങനെ ഓൽക്ക് മുതലുണ്ടാക്കി കൊടുത്തു എന്നല്ലാതെ നിങ്ങൾക്കൊന്നും നിങ്ങൾ സംഭവിച്ചില്ല. ഇന്നിപ്പോ എന്റെ കുട്ടി നയിച്ചു കൊടുന്നിട്ടേ ഇവിടെ ചൂടുവെള്ളം കുടിച്ചാൻ ഉണ്ടായി. പെരിയിലെ മൂത്ത മോന് ഞാനേന്നു. ബാപ്പി ഇമ്മിയും വെജാതിരിക്കുന്ന ഒരു കാര്യം വന്ന് അന്ന് ഇവരൊക്കെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിയത്. അതിലിപ്പം നമ്മൾ കണക്കറിയാനൊന്നും നിൽക്കണ്ടല്ലോ. അതിനെ ഞാൻ എവിടെ തളരൊന്നുമില്ല. നിങ്ങളോട് ഈ കാര്യം പറഞ്ഞാൽ നിങ്ങൾ പറയും കുടുംബം നോക്കിയാൽ തളരൂല, കുടുംബം നോക്കിയാൽ തളരൂല. അതൊക്കെ ഞാൻ കേട്ട് മടുത്തതാണ്. നിങ്ങളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. എടാ ദുഷ്ട, എന്റെ പെൻഷൻ കിട്ടിയ പൈസയും കൊണ്ടുപോയി കളഞ്ഞല്ലോടാ. ഇങ്ങനെ എത്രങ്ങാൻ ആൾക്കാർക്ക് കൊടുക്കാണ്ടടാ പൈസ. ഓരോ ദിവസവും കടം വാങ്ങിയിട്ടാ ഈ ചൂട് ചഞ്ഞൂടുന്നത്. അതും കൂടി നിനക്ക് ഓർമ്മയില്ലല്ലോ. ഞാൻ എന്താ ചെയ്യേണ്ടത്? 1500 ഉലുവല്ലേ തള്ളേ, അങ്ങോട്ട് തരും. മനസ്സിന്റെ സങ്കടം കൊണ്ടാ. കൊറേ കാലായി സഹിക്കും. തിന്നാനും കുടിക്കാനും ഇല്ലാത്ത കേടൊന്നുമില്ലല്ലോ ഇല്ലേ? എടാ, തിന്നാനും കുടിക്കാനേ ഞാൻ അയച്ചു കൊണ്ടുവന്നിട്ടാണ് കഴിയണത്, അല്ലാതെ ഈ കൊണ്ടുവന്നിട്ടല്ലല്ലോ. എത്ര സങ്കടത്തോട് കൂടിയിട്ടാണ് എന്റെ ഭാര്യയും കുട്ടികളും പോയത് ഇവിടുന്ന്. അതൊന്ന് ആലോചിച്ച് നോക്കിക്കൂടെ നിനക്ക്? ഈ കള്ളും കുടിച്ച് നടക്കണ നേരം ഒന്ന് നേരായി നടക്കായി നോക്കണുണ്ടോ? ഓ, തള്ളക്ക് മരുവലോടുള്ള സ്നേഹം. നിങ്ങളല്ലേ തള്ള എന്റെ തലയിൽ അതിനെ ആക്കി ഇങ്ങോട്ട് തന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞത് ഇതിനെ വേണ്ട വേണ്ടാന്ന്. അത് എന്ന് കയറി എന്റെ തലയില്. അന്ന് മനുഷ്യല്ലാണ്ടായി. എന്തിനാ ഈ ദ്രോഹങ്ങൾ ഇങ്ങോട്ട് ചെയ്യണത്? ഈ ആലോചിച്ച് വെക്ക, എത്ര തങ്കപ്പെട്ട ഒരു കുട്ടിയാണ് അത്. അവൾക്ക് കുറച്ച് നിറം കുറവുണ്ടെന്നുള്ളൂ, എന്നാലും ഉള്ളു നല്ല സ്വർണ്ണാണടാ. അത് ഓർക്കണം. എത്ര എന്തൊക്കെ ഈ ചെയ്തിട്ടും അവൾ ഒരക്ഷരം എന്നോട് വേണ്ടിയിട്ടുണ്ടോ? അത്രത്തോളം സഹിക്കാവുന്നിടത്തോളം സഹിച്ചിട്ടാണ് അവൾ ഇവിടുന്ന് പോയിട്ടുള്ളത്. അറിയോ, ഞാനൊരു ഭാഗത്ത് കിടന്നു കഴിഞ്ഞാല് ഒരു തുള്ളി വെള്ളം എനിക്ക് തരണമെങ്കിൽ അതോളെ ഉണ്ടാവുള്ളൂ. അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ ഓളെ കൂടെ തന്നെ ഉണ്ടാവുള്ളൂ. ഞാനൊരു പെണ്ണാണടാ. നിങ്ങൾ എന്തായാലും എന്നാ ഓളെ കൂടെ നിന്നോളെ. ഞാൻ പോയി തരാം. എന്നാലും അമ്മ എന്നോട് ക്ഷമിക്കണം. ആകെ ഒരു തരി പോന്നു. മരിയോളോടുള്ള സ്നേഹം എന്തായാലും കുറച്ച് ദിവസമുണ്ട്.
ബക്കറാക്ക, നിങ്ങളാ സ്ഥലം കാട് കെട്ടിയിട്ട് നായ്ക്കളും പന്നികളും അതിലില്ലാത്ത എല്ലാ സംഗതികളും ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. വേണ്ടതും വേണ്ടാത്തൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങളെ കുടുംബ സ്വത്തുള്ളത് 2-3 ഏക്കർ സ്ഥലമല്ലേ. നമ്മളെടുത്ത് നല്ലൊരു ടീമുണ്ട്. എന്തെങ്ങൾക്ക് വേണ്ട മോഹബല തന്നുകാണ്ട് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ തരും. ഞങ്ങളിപ്പോ അതിന് പോന്നതാണ്. മേദിയങ്ങാക്കാക്ക് ഒരാളെ സമ്മതം ഉണ്ട്. കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞു കൊടുത്തോക്കണം. കുട്ടിയെ, ഇന്റെ മെയ്തീന് ആരെ സമ്മതം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. ഇന്റെ ജ്യേഷ്ഠൻ ബീരാനും പെങ്ങൾ ആഴ്ചുമ്മും സമ്മതിക്കണം. ഇന്നെങ്കിലേ ഇതൊക്കെ നടക്കുള്ളൂ. ബക്കറാക്ക, ഇന്റെ അറിവില് ഞാൻ ഒരു സത്യം പറയട്ടെ, ബീരാങ്കാക്ക് അതില് യാതൊരു പ്രശ്നമില്ല. ഇതിന്റെ പ്രശ്നക്കാരൻ ഇങ്ങളാണെന്ന നാട്ടുകാർ മുഴുവൻ പരസ്യമായ ഒരു പാട്ടാ. അത് നിങ്ങളെ ചോട്ടിൽ എത്തിയിട്ടുണ്ടാവില്ല, ഞങ്ങളൊക്കെ ചോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇത് നാട്ടുകാര് പറഞ്ഞിട്ടൊന്നും കണക്കൂട്ടണ്ട. നാട്ടുകാർക്ക് എന്തും പറയാം. 3 ഏക്കർ സ്ഥലമാണ് ഉള്ളത്. അതിൽ 1.5 ഏക്കറെ നിരപ്പുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഒടിയാണ്. പക്ഷെ ആ 1.5 ഏക്കറെ ഞങ്ങൾക്ക് ഉണ്ടാക്കും വേണമെന്ന് പറഞ്ഞു. അതാണ് തർക്കം. അതിന്റെ മുന്നിലുള്ള നിരപ്പ് 1.5 ഏക്കർ ഞങ്ങൾക്ക് 2 കൂടി കിട്ടിയ ഞങ്ങൾക്ക് അതിൽ ബിൽഡിങ് കയറ്റാനാണ്. ബീരാന് ബിൽഡിങ് കയറ്റാൻ ഓനക്ക് കായില്ല, ഒരു ബാത്തും ഇല്ല. ഓന ഒടി അതിൽ തെങ്ങുണ്ട്. അതിന് തേങ്ങട്ടുണ്ടോല്ലോ ഓന് കുടി കയറക്കാന്. എന്നാലേ അനീഫ വയസ്സ് കാലത്ത് ഞങ്ങൾക്ക് 2 കൂടി ഒരു വരുമാനം ഉണ്ടാവുള്ളൂ. അതൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് ഞങ്ങൾ കൊണ്ട് വന്നിട്ടുള്ളത്. നമ്മളെയൊക്കെയുള്ള ടീമേ നിങ്ങളാ സ്ഥലം മൊത്തത്തിലുണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ കുടുംബ പ്രശ്നത്തിന് ഒരു പരിഹാരവും. അതിൽ നല്ലൊരു കൺവെൻഷൻ സെന്റർ തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഓല് വരേണ്ടത്. ഇങ്ങക്ക് വയനാട്ടില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല റിസോർട്ട് വരുമാനം നിങ്ങൾക്ക് 2 ഉള്ള നിലക്കുള്ളത് നല്ല ഡീസന്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു പാർട്ടിന്റെ ഒക്കെ നമ്മൾ എടുത്ത് നിങ്ങൾക്കാണ് തരും. നിങ്ങളെ കാരണോലേ വീരാങ്കന്റെ അടുത്ത് വന്നിരുന്നു. അതിന്റെ മോൻ അബ്ബാസിന് സ്ഥലമാണെന്ന് അറിഞ്ഞിരുന്നു. അപ്പൊ അത് കുറഞ്ഞ കായ് കിട്ടുന്ന സ്ഥലം ഉണ്ടോ ചോദിച്ചിരുന്നു. അപ്പൊ അയാൾ പൈസക്ക് നല്ല ബുദ്ധിമുട്ടായി നിൽക്കാണ്. ഇപ്പൊ നമുക്ക് മുട്ടിയ സംഗതി നടക്കും. അനീഫ, നമ്മളാ സ്ഥലം പഞ്ച് എന്റെ ടീമിന് കാണിച്ചു കൊടുത്തേക്കണം. നിങ്ങളാ സ്ഥലം നമ്മളെ പാർട്ടി കണ്ടു ഓൽക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ 1.5 ഏക്കർ സ്ഥലം മാത്രമേ അതിൽ നിരപ്പായിട്ടുള്ളൂ. ബാക്കി മുഴുവൻ ചെരുവാണ്. ബാക്കി 1.5. അപ്പൊ ഓല് കണ്ട വില 4 ലക്ഷം ഉറുപ്പ്യാണ് ഒരു സെന്റിന്. ആ സ്ഥലം മൊത്തം നിരപ്പാന്നുണ്ടെങ്കിൽ ഒരു സെന്റിന് 6 ലക്ഷത്ത് കുറയാതെ തന്നെ നിങ്ങൾക്ക് കിട്ടിയിരുന്നു. എത്താ അനീഫ അജിപ്പ് ഈ പറയേണ്ടത്? ഇതാ പണ്ട് പാർട്ടിന്റെ മോഹവില 4 ലക്ഷം ഉറുപ്പ്യ. ഞാൻ 10 ലക്ഷം ഉറുപ്പ്യ കിട്ടും വിചാരിച്ചു ഉത്തർക്കാണ്. അനീഫ, ആ സ്ഥലത്തിന് ഏതൊരു കണ്ണോട്ടനും തപ്പിത്തരും 6 ലക്ഷം ഉറുപ്പ്യ സെന്റിന്. ആ സ്ഥലത്ത് നിന്ന് പുതിയ ഹൈവേക്ക് ആകെ 100 മീറ്ററേ ഉള്ളൂ. മേദിയങ്ങാക്ക, ആ സൗകര്യം കണ്ടിട്ടാണ് ഞങ്ങൾ ടീമിനെ പറ്റിയേണ്ടത്. അനീഫ, അനക്കൊന്ന് കേക്കണോ? ഞങ്ങൾ ആ സ്ഥലത്തിന് യൂസുഫ് അലി വരെ വന്ന് കണ്ടു പറ്റിയ തലാണ്. ഇജൊരു കാര്യം ചെയ്യേ, ഞാൻ പാർട്ടിക്ക് ഒരു 8 ലക്ഷം ഉറുപ്പ്യക്കാണ് കച്ചവടം ചെയ്യാൻ. പക്ഷേ എന്റെ കാരണോല് ബീരാനോട് 6 ലക്ഷം ഉറുപ്പ്യക്കാണ് കച്ചവടം ചെയ്തിട്ട് പറയാൻ പാടും. കാക്ക പറഞ്ഞത് സത്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. 2% കമ്മീഷൻ ഉള്ളത് 5% നിങ്ങൾ തരേണ്ടി വരും. വീരാങ്ങാക്കി അറിയില്ല, നിങ്ങളെ കുടുംബത്തിലുള്ള ആരും അറിയില്ല. നിങ്ങൾക്ക് ഇപ്പൊ എന്തായാലും ഇതിന്റെ ഒരു സംഖ്യ കിട്ടുന്നുണ്ടല്ലോ. 5% കമ്മീഷനൊക്കെ ഞങ്ങൾ തരാം. പക്ഷെ ഞങ്ങൾക്കൊരു കണ്ടീഷൻ ഉണ്ട്. കുറച്ച് തോന സംഖ്യ അഡ്വാൻസ് ആയിട്ട് തരണം ആദ്യം. അത് കാക്ക പറഞ്ഞ മാതിരി ആ പൈസ എന്റെ അടുത്തിന് കൊടുന്നായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പാർട്ടിനായിട്ട് സംസാരിച്ചിട്ടേ ഞങ്ങള് വിവരം അറിയിക്കാം എപ്പോഴങ്ങോട്ട് വരണം എന്നുള്ളത്. മദ്രസ വിട്ടിട്ട് കുറെ നേരമല്ലോ, എന്തേ ഇറങ്ങാൻ നേരം ബഗ്ഗി? ഞാൻ ആ പരിസംഖ്യന്റെ കണക്കൊക്കെ നോക്കി. പഠന സമയത്ത് നമുക്ക് ഏതായാലും പറ്റൂലല്ലോ. അല്ല, നിങ്ങളെ കുട്ടി ഇങ്ങനെ പരിസംഖ്യ കൊടുത്തിട്ടില്ലല്ലോ. അതിനിപ്പോ ഡേറ്റ് ആയിട്ടൊന്നുമില്ലല്ലോ, ഇനിയും സമയമുണ്ടല്ലോ. ഞാൻ കുട്ടികളെടുത്ത് കൊടുത്തയക്കാം. നിങ്ങൾ വേഗം കൊടുത്തയച്ചാലേ ഞങ്ങൾക്ക് മാസം ഒടുവിലേ ശമ്പളം കിട്ടുള്ളൂ. നിങ്ങൾ അതുകൊണ്ട് ഒന്നും ബേജാറാകണ്ട. ഞാൻ നാളെ തന്നെ കുട്ടികളെ അടുത്ത് കൊടുത്തയക്കാം. പിന്നെ ഞാൻ വന്നതേ, എന്റെ പെണ്ണുങ്ങളെ ഒരു നേർച്ചേർന്നീന്നു. മരുവളെ പ്രസവം സുഖമാകാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പെണ്ണ് ഉറക്കൊക്കെ എഴുതി കൊണ്ടുപോയിരുന്നല്ലോ. അൽഹംദുലില്ലാ, പ്രായത്തായില്ലേ, അത് കേട്ടാ മതി. ഇനി നമുക്കൊരു കുത്തുബൈത്ത് നടത്തണം. എന്നപ്പോ നിങ്ങൾക്ക് അതിന് ഒഴിവുണ്ടാവുക? നേർച്ചയാണെങ്കിലേ വല്ലാണ്ട് വൈകിക്കണ്ട, പെട്ടെന്ന് നടത്തുക നല്ലത്. ഞമ്മക്കേ ഈ വരണ ഞായറാഴ്ച പിറ്റത്തെ ഞായറാഴ്ച ചെയ്തൂടെ? ഞായറാഴ്ച പറ്റൂല ഉസ്താദെ, നമുക്ക് വ്യാഴാഴ്ച രാത്രി ആക്കിയാലോ?
എന്നാ എന്താ വെച്ചാലേ എൻ്റെ പെങ്ങന്മാരും കുട്ടികളൊക്കെ വരും അപ്പോൾ ഓൽക്കൊക്കെ പിറ്റേ ദിവസം മദ്രസ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഓൽക്ക് നേരത്തെ പോകേണ്ടി വരും. വ്യാഴ്ചേ എനിക്ക് സൗകര്യക്കുറവൊന്നുമില്ല, പക്ഷെ നമ്മളെ ഒപ്പമുള്ള ഉസ്താദന്മാരെ എല്ലാ ആഴ്ച നാട്ടിൽ പോകും. ആരും ഇവിടെ നിൽക്കില്ല. ഞാൻ പറഞ്ഞ ഞായറാഴ്ച നിങ്ങൾ ആക്കിക്കളേ. തിങ്കളാഴ്ച മദ്രസ ലീവാണ്, അന്ന് റേഞ്ചാണ്. റേഞ്ചാ അപ്പം അന്ന് മദ്രസ ഇല്ലല്ലേ? എന്നാ ഞായറാഴ്ച തന്നെ ആക്കാട്ടോ. എന്നാ പിന്നെ നമ്മൾ ഞായറാഴ്ച ഏസക്കേശ ആക്കല്ലേ. അന്നിപ്പോൾ ഞായറാഴ്ച ഉച്ചക്ക് കല്യാണമുണ്ട് കോയാക്കാൻ്റെ, പിന്നെ രാവിലെ ആബിദിൻ്റെ കുടിക്കറുണ്ട്. 3 പരിപാടിയായി. അല്ല നമ്മളിപ്പോ ഒരു സുമാറേ എത്ര മൂല്യന്മാര് വരും? മദ്രസത്തെ മൂല്യന്മാർ പേയും പിന്നെ പള്ളിക്കത്തെ കുട്ടികളെ കൂടി 14 ആളുണ്ടാവും. പിന്നെ നമ്മൾ ആ ചെലവ് കൊണ്ടുവരുന്ന സർഫിനോടൊന്ന് പറയണ്ടിട്ടാണ്. നിങ്ങൾ ആരോടാച്ചൊക്കെ പറഞ്ഞിക്കാണ്ടേ എല്ലാരും വരുന്ന. ഞാൻ പോട്ടെ. അസ്സലാമലൈക്കും. എന്നിട്ടിപ്പോ അന്റെ ഈ മരുന്ന് കൊടുത്തിട്ടേ ആൾക്കാർക്ക് വല്ല ഭേദം ഉണ്ടോ? ഉണ്ടോന്നോ? 100% പേദയ്ക്കും. എത്താണ് ഇപ്പൊ ഇതിന്റെ സംഗതി ശരിക്ക്? അത് പറഞ്ഞാൽ ഈ ഫുഡിൻ്റെ ഒരു പിന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനുകൾ അതൊക്കെ സംഭരിച്ചിട്ട് ഇന്ന ആളുകൾക്ക് ആളെ പ്രായവും തൂക്കും ഹൈറ്റൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ഫുഡാണ് വേണ്ടത്. അത് നമ്മൾ ഒരു ഒന്നിലാക്കിയിട്ട് പലതല്ല എന്നിട്ട് അത് സപ്ലൈ ചെയ്യാണ്. പക്ഷെ അതിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പിന്നെ നമ്മളൊരു ഏരിയയിൽ തങ്ങിയാൽ അവിടെ കുറച്ച് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവരവരുടെ വീട്ടിലോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് ആളുകളെ സംഘടിപ്പിച്ചിട്ട് അവർക്ക് ക്ലാസ് കൊടുക്കും. നമ്മളെ കമ്പനിയിൽ നിന്ന് ആൾ വന്നിട്ട് അങ്ങനെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം അത് കൊടുക്കുള്ളൂ. അപ്പൊ ഓരോ സ്ഥലത്ത് ഓരോ മീറ്റിംഗ് നടത്തും. മീറ്റിംഗ് നടത്തും. എന്നാ എന്റെ കുടീന്റെ അടുക്ക് വന്നു അവിടെ കുറച്ച് പേർക്കാരുണ്ടല്ലോ. വരുന്നുണ്ട്. ഞാൻ വരും. അപ്പൊ ഇതിനെ പറ്റി ഒന്ന് മനസ്സിലാക്കും. അതെ. എനിക്ക് ഈ കാലിലോട്ട് വേദനയും പിന്നെ ഷുഗറിന്റെ സോക്കേട് ഒക്കെ പമ്പ കിടക്കും. പിന്നെ നമ്മുടെ കമ്പനിന്റെ ആളുകൾ അവിടെ വന്ന് ക്ലാസ് എടുക്കും. ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് മറുപടിയൊന്നും ശരിക്കും കേൾക്കാൻ പറയുന്നുണ്ട്. കാരണം എന്താ അറിയാ, അവരിത് പഠിച്ച് മനസ്സിലാക്കിയാൽ അവർക്ക് ഇതിൽ ജോലി കിട്ടും. ഈ സപ്ലൈ ചെയ്യാനും പിടിക്കാനൊക്കെ ഒരുപാട് ഓഫറുകളുണ്ട്, പല സാധനങ്ങളും. പക്ഷെ ആ ഫ്രീ കൂടി നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കാശ് മുടക്കാൻ എന്ത് ചെയ്യാം, മരുന്നുകളും മറ്റൊക്കെ കിട്ടും. അപ്പോൾ വലിയ ലാഭമായിട്ട് മാറും. ഈ സംഗതി വേറെ ആരെങ്കിലും നടത്തുന്നുണ്ടോ? ഉണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ ആ ലോകം അംഗീകരിച്ചത് ഞങ്ങളുടെ കമ്പനിയാണ്. എല്ലാവരും ആവശ്യപ്പെടുന്നത്. അല്ല ഇതേമാതിരി പറഞ്ഞുകാണ്ട് കുടിയിൽ ഒരു ചങ്ങായി വന്നിരുന്നു. ഞാൻ കേൾക്കാനൊന്നും നിന്നിട്ടില്ല. പിന്നെ ഇപ്പൊ ഇത് ഇജ്ജാവുമ്പോ വെച്ച് വിശ്വസിച്ചാന്നുള്ളതിലാണ് ഇപ്പൊ ഞാൻ അതിന് നിന്നത്. ഒരിക്കലും കുടുങ്ങരുത്, ശുദ്ധ തട്ടിപ്പാണ്. ഇതൊക്കെ ഗവൺമെന്റ് അംഗീകരിച്ചതില്ല നമ്മളതൊക്കെ. ഏതായാലും ഇതിന്റെ മീറ്റിംഗേ എന്റെ കുടിയിൽ വെച്ച് കാണാൻ നടത്തിക്കാണ്ടി അവിടെ കാർ ഷെഡിൽ ഇരിക്കാതെ കുറെ ആൾക്കാർക്ക് അതിൽ വലിപ്പമുണ്ടല്ലോ, കസാരയും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ എടുത്തും ചേച്ചാ. ഇതിന്റെ ഇടയിൽ ഞാൻ ചോദിച്ചാൻ വിട്ടു, എത്ര ഉപ്പാന്റെ വർത്താനപ്പോ? ഞാനതേ മറന്നതാണ്. ഇപ്പൊ ഇങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനും പോയിട്ട് കുറെ ആയിക്കോളും കണ്ടിട്ട്. അല്ല എന്താ ഉപ്പാനെ ഒറ്റക്ക് ഇപ്പൊ അവിടെ ഇങ്ങനെ ഇട്ടേക്കുന്നു? ഇപ്പൊ ഒറ്റക്കല്ലല്ലോ, അവിടെ ഓംനീസ് ഉണ്ടല്ലോ. ഏത് ഓംനീസിനെ വെച്ചാലേ അവനാന്റെ മക്കള് നോക്കണ്ട ഒരു ലെവല് കിട്ടുമെന്ന് വെച്ച് തോന്നില്ല. ഇപ്പാക്കിപ്പോ എന്താണ് അറിയോ, ഇപ്പാക്കിനെ ഊരക്ക് ചെറിയ പ്രശ്നം ഉണ്ടല്ലോ, നീച്ച് നിൽക്കാൻ ഒരു പ്രയാസമുള്ളൂ. നല്ല ഭക്ഷണമാണല്ലോ, ഞാൻ തിന്നതിലേറെ ഭക്ഷണം ഇപ്പോൾ കഴിക്കും. പക്ഷെ എന്താ അറിയാം, ഇപ്പാക്ക് അത്ഭുതപ്പെടുത്തുന്ന ഇപ്പാൻ്റെ ഓർമ്മശക്തിയാണ്. എത്രയോ കാലം മുമ്പ് കഴിഞ്ഞ കാര്യങ്ങൾ കൂടിയും തത്ത പറയും പോലെ. അൽഹംദുലില്ലാ റാഹത്താട്ടെ. അതിന്റെ തടിയേറ്റ് അതിന്റെ കാര്യങ്ങൾ നടന്നു പോകാൻ കഴിഞ്ഞാൽ തന്നെ ഒരു സുഖമാണ്. പക്ഷെ അമ്മക്കൊക്കെ എന്താ അറിയാം, അത് കാണുമ്പോൾ സംതൃപ്തിയാണ് മനസ്സ്. ആ കാർ ഓണടിക്കേണ്ടത് നമ്മളെ കദീസയാണ്. ഇന്ന് കാത്തിരിക്കും, എന്നാലും ക്ലാസ് ഉണ്ട്, ഞാൻ പോട്ടെ. ഉസ്മാനെ ഇജ്ജ് അറിഞ്ഞോ, ഹനീഫും ആബിദും കൂടി ആ ബീരാങ്കാൻ്റെ ആ കുടുംബ സ്വത്ത് കച്ചവടാക്കാനുള്ള പരിപാടി ഉണ്ട്. അതൊന്നും കച്ചവടാവൂലെന്നേ. ഞാൻ എത്ര നടന്നാണ് അതിന്റെ പിന്നാലെ. എന്നാ ഓല അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നാണ് കച്ചവടാക്കട്ടെ, നമുക്കൊന്ന് കാണാലോ. ഈടെ ഹനീഫ അല്ല പ്രശ്നം, ആബിദ് ഉണ്ടല്ലോ, വെറും ഭയങ്കര സാധനം. എന്ന് പറഞ്ഞാൽ ചീഞ്ഞ മീൻ കൊടുത്താണ് പെണ്ണുങ്ങളെ പറ്റിച്ചാണ്ടേ അങ്ങനെ പൈസ ഉണ്ടാക്കിയ ആളാ. ഇപ്പൊ അതേ ഈ കച്ചവടത്തിൽ അതേ തന്നെ പയറ്റാ. എടാ താമിയെ, അതാ ബക്രാക്കണ്ടല്ലോ, അയാളെ എടുത്ത കണ്ട് ഒത്തു കിട്ടണമെങ്കിൽ ചെറിയൊരു പണിയൊന്നും എടുത്താൽ പോരാ. അതൊന്നും നടക്കൂല. എന്ന് തുടങ്ങിയിട്ടിപ്പോ ആ പരിപാടി വെച്ചിട്ടാ. എന്താ ഉസ്മാനെ എത്ര വലിയ ചർച്ചകൾ, കുറെ നേരമായല്ലോ ഇപ്പൊ ഈ വർത്താനം പറച്ചു തുടങ്ങിയിട്ട്. അല്ല ആകാ, നിങ്ങളിട്ട് അറിഞ്ഞോ ബീരാങ്കാൻ്റെ ആ പ്രശ്നത്തിൽ കിടക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ആ കച്ചവടം ആയിക്കണോ? നിങ്ങൾ വല്ല അറിഞ്ഞൂണോ? 2 ദിവസം മുന്നേ നമ്മളെ അനീഫയും ആ മീൻ കച്ചവടക്കാരൻ ചെക്കല്ലേ
ഓല് രണ്ടാളും ഇവിടെ വന്നീന്ന്. അപ്പം കണ്ടേ വലിയൊരു വണ്ടി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു വണ്ടി കണ്ടിട്ടില്ല. അവിടെ തുറന്നപ്പോൾ എന്തോ ഒരു സ്പ്രേൻ്റെ മണാന്നറിയോ. അത് ചിലപ്പേ ആ പോല സർഫും കൂട്ടരുവാണേ കാരണം. അതാണ് ചന്ദനത്തിന്റെ മണമൊക്കെ. ഓല് ബള്ളടി എല്ലാം ഉണ്ടല്ലോ വണ്ടിയില്. അതൊന്നല്ല കുട്ടിയെ, ഓല് നല്ല പണക്കാരാണ്. ഓലാകെ 200 ഉറുപ്പിയുടെ ചായയും കടിയും ഓലൊക്കെ പാടെ കുടിച്ചിട്ടുള്ളൂ. പക്ഷെ എനിക്ക് 500 ഉറുപ്പ്യം തന്നാണ്ട് പോയി. അപ്പൊ അത് ചില്ലാന ടീമൊന്നല്ല കുട്ടി. അത് ഞാനും തരില്ല. എനിക്ക് 500 1000 ഒക്കെ നിങ്ങളെത്തി പറയണ്ട്. ഒനക്കന്റെ മൂടാണ്. ഇജ്ജാ തരാനുള്ള പൈസ ഇങ്ങോട്ട് കാട്ടിക്ക. എന്നിട്ടാണ് 500 1000 തരുന്ന ആള്. അതൊക്കെ പോട്ടെ, ഓല് ഇവിടെ ആ സ്ഥലത്തിന്റെ കച്ചവടത്തിനെ പറ്റി വല്ലതും പറഞ്ഞോ? അവരെന്നോട് ചോദിച്ചേ, കാക്ക അവിടെ വെള്ളം കിട്ടുന്ന ഏരിയ ആണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ നല്ല വെള്ളം കിട്ടും. പിന്നെ ഹൈവേ 100 മീറ്റർ ഉള്ളൂ. നിങ്ങൾ രണ്ടാളേ ഇവിടെ ചൊറിയും കുത്തി ഇരുന്നോളി. മിക്കവാറും അത് കച്ചവടമാവും. ഞാൻ ഇപ്പൊ അതല്ല ചിന്തിക്കണേ, എങ്ങനെയാ തോന്നി കച്ചവടമാക്കാനുള്ള ഐഡിയ എടുത്ത് എത്രങ്ങാനും പേഴ്സണൽ സ്ഥലം. അത് മിക്കവാറുമേ ആ മെരിയാക്കാന്റെ വീക്കൻസിമ പിടിച്ചിട്ടുണ്ടാവും. അയാൾ പണ്ട് കുറെ ചാടിയ കേസ് ഉണ്ടല്ലോ, കൈമ കൂങ്ങിണ്ടാവും. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ആരാ മനസ്സിലായില്ലോ? എൻ്റെ കണ്ണാട. കണ്ണാട ഇവിടെ ഉണ്ട്. ഉസ്താദ കണ്ട കാക്ക, ഞാനേ ഉസ്താദല്ല, വീരാനാണ്. വീരാന്. ഏത് വീരാനാ? മനസ്സിലായില്ല. വീരാന കുഞ്ഞിരാജിന്റെ വലിയ മോനാണ്. അൽമണി പാത്ര കച്ചവടമൊക്കെ ചെയ്തിരുന്നില്ല. അല്ലാ എൻ്റെ കുട്ടി. പർശുവാനെ എപ്പോഴും എങ്ങനെ പോകുന്നുടാ? ഞാനേ ഈ അങ്ങാടിയിലൊറ്റ ഓട്ടോസൊക്കെ പോരേ. നിങ്ങളെ മോനെ റസാക്കുണ്ടല്ലോ, ഇപ്പൊ നിങ്ങളൊന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഇങ്ങനെ പോന്നതാണ്. കസാലന്റെ അവിടെ കസാല ആയിക്കോട്ടെ. നീച്ചാൻ വെച്ച കിടന്നോളേ. ഇവിടെ കുട്ടികളാരുമില്ല. ഒരു പമ്പറന്തോളുണ്ട് ഇവിടെ. ഇന്നെ നോക്കാൻ നിർത്തിയിരിക്കണു. ഓള് എവിടെയെങ്കിലും ഉണ്ടാവും. ആദ്യമ തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അച്ഛൻ മനസ്സിലായി. ഇപ്പത്തെ കുട്ടികളൊക്കെ അല്ലെങ്കിൽ ഈ മൊബൈലിമ തോണ്ടിക്കൊണ്ടിരിക്കാരം. ഓളെ വിളിച്ചൊന്നും വേണ്ട. പിന്നെ എന്തൊക്കെയുണ്ട് വർത്താനൊക്കെ? സുഖല്ലേ? മരുന്ന് കുടിച്ചിട്ടുണ്ട്. നീച്ചേ ഇരിക്കാനൊന്നും പേജ താങ്ങി കുടിച്ചു കണ്ട് പോണം. കക്കൂസൊക്കെ ഇങ്ങനെ. റസാക്കിന്റെ പെരീക്കാണ്ട് പോയിക്കൂടെ? ഇതിലേറെ സൗകര്യല്ല അവിടെ. റസാക്കിന്റെ കുടിയിൽ നിന്നൂടെ? ഇതിലേറെ സൗകര്യല്ല അവിടെ. അവിടെ ഒന്നും ഇച്ച് ശരിയാവൂല. നമുക്ക് ജനിച്ച് വന്നേ നമ്മൾ കൂരി തന്നെ മരിച്ചണം എന്ന് വെച്ചൊരു പൂതിയുണ്ട്. അത് ഓരോ ഉത്സാഹിയല്ല. നിങ്ങക്ക് നട്ടലിനാണ് ഇപ്പൊ കുഴപ്പമില്ല. അത് പഴയ കാലത്ത് എൻ്റെ വാപ്പി ഞാനൊക്കെ ഈറ്റി എന്ന സ്ഥലത്ത് അന്ന് ഈ ചോറേറ്റിക്കാണ്ട് വലിയ കനണ്ട ചോറാണ്. അത് ഏറ്റിക്കാണ്ട് കണ്ടമാനം തിരം നടക്കുകയെ. അതിൽ ഒരു ഞാൻ ചന്തെത്തിക്കാണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വീണ്. അതിൻ്റെ ശേഷം പിന്നെ ആ വേദന മാറിയിട്ടില്ല. ഇപ്പം വയസ്സായില്ലേ, 93 അന്നൊക്കെ നല്ലേ ആരോഗ്യം ഉണ്ടായിരുന്നു. എൻ്റെ ഞാനൊക്കെ വൈകുന്നേരവോളം അൽമണി കൊട്ടയിട്ടു. പിന്നെ ഞാൻ അന്ത്യമായി കഴിഞ്ഞാൽ ഞങ്ങൾ ഇതേമാതിരി ഇറ്റി എന്ന തരത്തുനിന്ന് ഈ മാങ്കൂട്ടം നിന്നിട്ടുണ്ട്. ഈ കർണാടകത്തിൻ്റെ കാര്യത്തിൽ കാട്ടുകൂടി അണ്ടി കടത്താൻ പോകും. നല്ല ചോറാണ് ഈ കാരം. നല്ലോണം കായ് കിട്ടും. അതൊന്നും തടി നോക്കിയില്ല. ഇപ്പോഴാണ് അതിൻ്റെ കഥ പറയുന്നത്. ഇപ്പൊ എന്നോട് ഇതൊക്കെ പറഞ്ഞിരുന്നു. എന്റെ കുട്ടിക്കാലത്ത് പറഞ്ഞതൊരു ഓർമ്മച്ചുണ്ട്. ഇന്നെൻ്റെ കുട്ടിക്ക് കേൾക്കണം. അക്കാലത്തെ കാട്ടുകൂടി ഇങ്ങനെ അണ്ടിയേറ്റ് പോവാണ്. നല്ല നിലാവുണ്ട്. അതിൽ കണ്ടേക്കും എൻ്റെ മുന്നിക്ക് 2-3 പോലീസുകാർ വന്ന് കണ്ട് വിളിച്ചാണ്. ഞാൻ അണ്ടി അവിടെ ഇട്ട് കണ്ട് എന്ത് ജാതി പാച്ചിലാണ് ഞാൻ പറഞ്ഞത്. കിലോമീറ്ററിന് കണക്കിന് ഞാൻ വണ്ടിയേക്കണോ മണ്ടി നോക്കുമ്പോൾ ഒരു പേരെങ്ങനെ കണ്ടൊരു വെളുക്ക് ഇങ്ങനെ കത്തുന്നുണ്ട്. അതിൽക്കണ്ട് കടന്ന് ചെന്ന് കണ്ട് അവിടെ മുന്നിലിരിക്കുന്നുണ്ട് ഒരു കോപ്പ. അത് എടുത്ത് കണ്ട് പാത്തായിരിക്കുന്ന മാതിരാണ്ടിരുന്നു. ഇവരും വന്ന് കണ്ട് എന്നോട് ചോദിച്ചു ഇവിടെ ആരും ഇതിലെ പോയോ എന്ന്.
അപ്പം ഞാൻ താഴത്തേക്ക് പോയിരുന്നു ചൂണ്ടിക്കാട്ടി, ഇല്ലെങ്കിൽ ഒന്നെ കൊന്ന് കണ്ട് കുഴിച്ചിട്ടുണ്ടാവും. ഈ ആരോഗ്യമുള്ള കാലത്ത് ഈ അണ്ടി കർത്തലോണ്ടാണ് ഇങ്ങക്ക് ഇങ്ങനെയും ബെജാതായത്. അന്ന് അങ്ങനത്തെ ഒരു പ്രായമല്ലേ, തടിയൊന്നും നോക്കൂല, നല്ല മേനും മുറുക്കുള്ള കാലല്ലേ. അണ്ടി കറുത്തുക എന്ന് പറഞ്ഞാൽ അന്ന് അത്ര തീർപ്പുകയാണ്. കായ് തോനെ കിട്ടുവേ, 1-2 ദിവസം കൊണ്ട് ഒരാഴ്ച പണിയെടുക്കുന്ന കായ് കിട്ടും. അതുകൊണ്ട് മണ്ണാതാവാണ് ഇപ്പം ഈ അനുഭവിച്ചിട്ടുണ്ട്. ഞാനൊരു ചോദ്യം ചോദിച്ചപ്പോൾ നമ്മളെ തേടൊക്കെ പോയി വെച്ചാൽ അത് ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടായിരുന്നല്ലോ, നല്ല തെങ്ങും പേർക്കൊക്കെ പറ്റിയ തേടിനും ഒക്കെ വിറ്റാതെ എത്തേ കാട്ടി. ഇപ്പം മരിച്ചിട്ട് കുറെ ആയില്ലേ. ഇപ്പൊ മരിച്ചിട്ടൊക്കെ കുറെ ആയിക്കണു. മുതലൊന്നും ഞങ്ങൾ ഇതുവരെ ഒന്നും ഓരിച്ചിട്ടില്ല. അതിപ്പോ അതേമാതിരി കെടുക്കാണ്, കാടുടിച്ച് കെടുക്കാണ്. ആരും പോയാക്കലൊന്നും ഇല്ല. അല്ല മോനെ, ഇതിപ്പോ കുഞ്ഞിൻ്റെ മൂത്ത മോനല്ലേ, ഇങ്ങള് 3 ആണും 1 പെണ്ണുമാണല്ലോ. ഞാനേ എൻ്റെ കുട്ടിനോട് ഒരു സംഗതി പറയാണ്. ഇങ്ങളെ വാപ്പാക്ക് അവിടെ ഒരു പെൺകുട്ടിയുണ്ട്, നിങ്ങൾക്ക് പെങ്ങള് എവിടെ? അത് അവിടെ അന്നത്തെ കാലത്ത് കച്ചവടം ചെയ്യുന്ന കാലത്ത് അവിടുന്ന് ഒരു കല്യാണം കഴിച്ച അതിലുള്ള കുട്ടിയാണ്. ഞാനത് നിങ്ങളോട് മറച്ച് വെച്ചതാണ്. എനിക്കത് അറിയുള്ളൂ. ഇപ്പോഴെങ്കിലും അത് പറയാഞ്ഞാൽ എന്തെങ്കിലത് പറയാഞ്ഞു നിങ്ങൾ കാലം കൊണ്ട് ചോദിച്ചോലോ വെച്ചിട്ട് പറയാണ്. പഠിച്ചോനെ, അങ്ങനൊരു സംഗതി ഉണ്ടോ? ഇപ്പിയൊന്നും ഞങ്ങളോട് ഈ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. പോലിപ്പോ എവിടെ പാർക്കുണ്ടെന്ന് ഏറ്റങ്ങൾക്ക് അറിയോ? ഇരുട്ടിയിലാണ് ഒരു പാർക്കുണ്ട്. ഇരുട്ടിന്ന് കുറേ പോണ, ഉള്ളിൽ കൂടി ഇങ്ങനെ പോണം. അത് സ്ഥലത്തിൻ്റെ പേര് വെച്ച് ഓർമ്മയില്ല. ആ പെണ്ണിൻ്റെ പേരും ഇമ്മാൻ്റെ പേരൊക്കെ ഇങ്ങനെ ചോർമ്മയിൽ ഇപ്പം ഇങ്ങനെ വരുന്നുണ്ട്. ഈ തീരുമാനോളം ഉമ്മാൻ്റെ പേര്, ആ പെണ്ണിൻ്റെ ഓളെ പേര് ആയമ്മ, അങ്ങനെ എന്താ തോന്നുന്നു. ഓമന പേരിലെ വിളിച്ചിരുന്നത് പോലെ നമ്മളെ നാട്ടിൽ നിന്ന് പഴയ കാലത്താണ്ട് ബാപ്പായിട്ട് പോയതാണല്ലോ. അങ്ങനെ അറ്റങ്ങൾക്ക് വലിയ സഹായം ചെയ്ത് കൊടുത്തിരുന്നു. ഇങ്ങളെ ഉപ്പാൻ്റെ ഒപ്പം പോകണമെന്നേ ഇച്ച് വലിയ പ്രായമൊന്നുമില്ല, ഒരു 10-18 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ അന്നത്തെ നാട്ടിലെ പട്ടിണിയും ഭയവും കൊണ്ട് പോയതാണ്. പിന്നെ ഈ പെങ്ങളും ഞാനായിട്ട് ഒരു 5-8 വയസ്സിൻ്റെ ഒക്കെ മാറ്റം ഉണ്ടാവുള്ളൂ. ഓക്കെ എന്നിലും ഒരു 5-8 വയസ്സ് കുറയും, അത്ര വ്യത്യാസം ഉണ്ടാവുള്ളൂ. കാക്കാൻ്റെ കുട്ടികളെ വെയ്ക്കാണ്ട് അറ്റങ്ങളെ കണ്ടുപിടിച്ചാണ്. അവനാൻ്റെ ചോരല്ലേ. അതെ, ഈ കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ അത് എന്നൊക്കെ ഉള്ളതാണ്. അതെ, മുതൽ മാത്രമല്ലല്ലോ, ബാക്കിയുള്ളൊരു മോളല്ലേ. അത് നിങ്ങൾ നിലനിർത്താൻ ബന്ധം കെട്ടയച്ച് പറയാനുള്ളതാണത്.